അങ്ങനെ നമ്മുടെ വീക്കെൻഡ് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. വന്നപ്പോൾ തന്നെ ലാലേട്ടൻ എല്ലാവരോടും ഓരോ കാര്യങ്ങൾ അർത്ഥം വെച്ച് പറയുന്നുണ്ട്. എന്നാൽ മത്സരാർത്ഥികൾ അത് മനസ്സിലാകാത്ത രീതിയിലിരിക്കുകയാണ്. കിച്ചണിലുണ്ടായ സംഭവങ്ങളെക്കുറിച്ച് നേരെ ഒനീലിൻ്റെ അടുത്തും നമ്മുടെ റെന ഫാത്തിമയുടെ അടുത്തും ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. ലാലേട്ടൻ കൃത്യമായും തന്നെ ചോദിച്ചു, കിച്ചണിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ കാണുന്നുണ്ടെന്ന് അറിയാമല്ലോ അല്ലേ? താങ്ക് യു ലാലേട്ട. രഞ്ജിത്ത്, സരിക, ഓനിൽ, ശൈത്യ, ബിൻസി ഇവരൊക്കെ ഒന്ന് എഴുന്നേറ്റ് നിന്നേ, ഞാനിത് കാണട്ടെ. അല്ല, നിങ്ങളൊന്നും കാണാറില്ല, അതുകൊണ്ട് പറഞ്ഞതാണ്. അവനപ്പോൾ എഴുന്നേറ്റ് നിന്നു. അതിനുശേഷം പിന്നീട് കടന്നത് നമ്മുടെ അയൽക്കൂട്ടം ടീമിൻ്റെ കാര്യങ്ങളിലേക്കാണ്. ശരത്തപ്പാനിയെയും അക്ബറിനെയും എടുത്തിട്ട് കുടഞ്ഞു. നിങ്ങൾ അയൽക്കൂട്ടം ടീം എന്ന് പറയുന്നത് കറക്റ്റാണോ? അങ്ങനെയൊന്നും ഇല്ലല്ലോ ആട്ടേട്ടാ, ഞങ്ങൾ ജസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളൂ. ഗെയിം വരുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ വഴിക്ക് പോകും, അത്രേ ഉള്ളൂ. ഇതെല്ലാം പറഞ്ഞു. പക്ഷേ അങ്ങനെയല്ലല്ലോ പുറത്ത് വരുന്നത്. പുറത്തുള്ള ആളുകൾ പറയുന്നത് അയൽക്കൂട്ടം ടീം ഉണ്ടെന്നാണ്, ഇവിടെ ഗ്യാങ് ഉണ്ടെന്നാണ്. അതേ ലാലേട്ടാ, ഗ്യാങ് ഉണ്ട് എന്ന് മറ്റു മത്സരാർത്ഥികൾ പറഞ്ഞു. അപ്പോൾ ഒരു ഗ്യാങ് അല്ല, പല ഗ്യാങ് ഉണ്ട് എന്നുള്ള രീതിയിൽ ലാലേട്ടനും പറഞ്ഞു. എന്തായാലും ഒരു ഗ്യാങ് മറ്റേ ഗ്യാങ് ഒക്കെ ആയി വരുന്നുണ്ട്, വരട്ടെ. ജയിലിൽ കിടന്നാൽ തീരാവുന്ന ഗ്യാങ്ങേ ഉള്ളൂ. ഒരാൾ ജയിലിൽ കിടന്നപ്പോൾ മറ്റേയാൾ അപ്പുറത്തായിരുന്നു, അത്രയേ ഉള്ളൂ എന്ന് മുൻഷി രഞ്ജിത്ത് എഴുന്നേറ്റ് പറഞ്ഞു. എന്തായാലും എപ്പിസോഡ് അടിപൊളിയായിട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം.